നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്നത് ദുബായ് ഫ്രെയിമിലേക്കാണ്. ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആണ്. ഇന്ന് January 1st, 2025 ആണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ദുബായ് ഫ്രെയിം വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി. ഇതേ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. നമ്മൾ ദുബായിയുടെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഫ്രെയിം കാണാനായിട്ട് സാധിക്കും. അത് ശരിക്കും 1,00,000 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് ഈ ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ മൊത്തം ഗോൾഡൻ ഇത് കൊടുത്തേക്കണോണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഗോൾഡൻ ഇത് വെച്ചിട്ട് കൊടുത്തേക്കണോണ്ട് തന്നെ എവിടെ നിന്ന് നോക്കിയാലും അതിന് തിളക്കം നന്നായിട്ട് കാണാൻ പറ്റും. ഇത് ഒത്തിരി ദൂരെ നിന്നാണ് നമ്മൾ ഈ കാണുന്നത് ഫ്രെയിം. പക്ഷെ ഭയങ്കര ഭംഗിയാണ്. അവിടെ ഇപ്പോൾ ഈ സൈഡിൽ കൂടെ പോകണോണ്ടാണ് അതൊരു വൺ പോലെ കാണുന്നത്. പക്ഷെ നമ്മൾ എവിടെ നിന്ന് നോക്കിയാൽ അത് ഫ്രെയിമായിട്ട് തന്നെ കാണാൻ പറ്റും. ഭയങ്കര രസമാണ്. ഇതിനകത്ത് കയറാനായിട്ട് 50 എബവ് ആണ് അഡൾട്ടിന്. ചൈൽഡിന് 25 ബിലോ 25 ആണ്. 3 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ്. നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇത് എനിക്ക് ക്യാമറയിൽ ഫുള്ളായിട്ട് കിട്ടാത്തത്. ഭയങ്കര വലിപ്പമുണ്ട്. ആകാശമുട്ട നിൽക്കുവാണ്. നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും ഫ്രെയിമായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. ദുബായ് മൊത്തം ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല അടിപൊളിയാണ്. റോഡുകളൊക്കെ അതേ ഫ്രെയിമിലോട്ട് നമ്മൾ തിരിച്ച് കിടന്നു. ഷാപ്പിൽ പാർക്കിംഗ് ഇവിടെ ഉണ്ട്. ഒരു ഏരിയയിൽ ഫ്രെയിം മാത്രം നിൽക്കുമ്പോൾ അടിപൊളി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് മ്യൂസിയം ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് നടക്കാൻ ഗ്ലാസ് ബ്രിഡ്ജാണ്. അല്ലാണ്ട് അതിനകത്ത് മ്യൂസിയം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിതുവരെ കഴിഞ്ഞ പ്രാവശ്യം വന്നെങ്കിലും കയറാനായിട്ട് പറ്റിയില്ല, നല്ല ചൂടൊക്കെ ആയതുകൊണ്ട്. ദുബായ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെയാണ്. ആ ആകാശത്തിന്റെ ക്ലൗഡ്സിന്റെ ഇടയ്ക്കിലോട്ട് ഇങ്ങനെ ഫ്രെയിം നമ്മളങ്ങനെ ദുബായ് ഫ്രെയിമിന്റെ അവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ്. നല്ല ഗോൾഡൻ കളറാണ് ഇതിന്. അതിൻ്റെ ഫ്രെയിമിന് നല്ല ഗോൾഡനാണ്. അപ്പോൾ ലൈറ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് തിളങ്ങണ കാണാനായിട്ട്. ദുബായ് ഫ്രെയിമിന് 9 AM to 9 PM എൻട്രി ടൈമുണ്ട്. അഡൾട്ട്സിന് 52.50 ദിർഹംസും ചിൽഡ്രൻ 3 to 12 ഇയേഴ്സിന് 21 ദിർഹംസും ആണ്. ബിലോ 3 ഇയേഴ്സ് ഇൻഫൻസിന് ഫ്രീ ആണ് ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ അകത്ത് കയറി. ഫുൾ ടൈം ഒരു വർഷം മൊത്തം ഇത് ഓപ്പണാണ്. റമദാൻ ഇതിൻ്റെ സമയം വ്യത്യാസം വരും, ഓപ്പണിംഗ് ടൈം എന്ന് മാത്രമേ കുഴപ്പമുള്ളൂ. ബാക്കി എന്നും ഇന്നത്തെ ഹോളിഡേയ്സ് ഒന്നും പ്രത്യേകിച്ച് പ്രശ്നമല്ല. എന്നും തന്നെ ദുബായ് ഫ്രെയിം ഓപ്പണാണ്. റമദാനും ഈ ഹോളിഡേയ്സിനും മാത്രം അവർ സമയം വ്യത്യാസം വരുത്തും. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ കയറാനായിട്ട് ഒരു ലോഡ് ക്യൂ ഉണ്ട്. നമ്മൾ വിചാരിക്കും പോലെയല്ല. പക്ഷെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആൻഡ് നമ്മൾ കുറേ നേരം വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി. 50 പേരെ വെച്ചാണ് ഒരു സമയം കയറ്റി വിടുള്ളൂ. അപ്പോൾ വന്നാലും പുറത്ത് വന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ വെയിറ്റ് ചെയ്ത് വേണം കയറാൻ. അപ്പം നേരത്തെ തന്നെ വന്നാൽ അത്രയും നല്ലതാണ്. ഈ സൈഡിലാണ് ലിഫ്റ്റുള്ളത്. ഭയങ്കര വലുതാണ് ദുബായ് ഫ്രെയിമിൻ്റെ. കയറി അകത്ത് കയറുന്ന എൻട്രൻസാണ് ആ കാണുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഒതുങ്ങില്ലാത്ത രീതിയിൽ വലിപ്പമുണ്ട്. ഇത് ഗോൾഡിൻ്റെ കളറ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കോട്ട് ചെയ്തേക്കണാണ് ഈ കാണുന്നത്. അതാണ് ഇതിന് ഇത്ര ഗോൾഡൻ കളർ. നല്ല ഭംഗിയാണ് ഗോൾഡൻ കളർ കാണാനായിട്ട്. ഇതാണ് എൻട്രൻസ് ഫ്രെയിമിൻ്റെ. ഇവിടെയും തിരക്കുണ്ട്. നല്ല ഗോൾഡൻ കളറാണ്. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. നമ്മളങ്ങനെ സെക്ഷനുണ്ട്. ഫ്രെയിമിൻ്റെ ഫോട്ടോസ് എടുത്ത് തരും. അപ്പം നമ്മൾ അതിന് പേയ്മെൻറ്റ് ഇപ്പം ചെയ്യേണ്ട. ഫോട്ടോ എല്ലാവരും എടുക്കും. പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അത് ഫോട്ടോ തരുള്ളൂ. അതിനുശേഷം അതൊരു മാൻഡേറ്ററി പ്രോസസ്സാണ്. നമുക്ക് അവിടെ നിൽക്കാനുള്ള സമയമൊന്നുമില്ല, ഒത്തിരി തിരക്കായതുകൊണ്ട്. അതിനുശേഷം നമ്മൾ മുകളിലോട്ട് എസ്കലേറ്റർ വഴി കയറി പോവും.
നല്ല ഭംഗിയാണ് ഇവിടെ കാണാനൊക്കെ. നമ്മൾ അടുത്ത ക്യൂവിലാണ്. അങ്ങനെ അകത്തോട്ട് കയറുവാണ്. നമ്മുടെ ഫാദർ ഓഫ് ദുബായ് ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തുമിൻ്റെ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ദുബായ് ഫ്രെയിമിൻ്റെ അകത്ത് കയറി. ഇതൊരു മ്യൂസിയം പോലെയുണ്ട്. ദുബായിലെ ഓൾഡ് കൾച്ചറും കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള ഒരു മ്യൂസിയം ഇവിടെ ഉണ്ട്. ഓരോ കൾച്ചറും എല്ലാം വിവരിച്ചുകൊണ്ടുള്ളൊരു മ്യൂസിയമാണിത്. തയ്യൽ മെഷീൻ, പാട്ടമുറി, തയ്യൽ കട, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. Police now here in the vocabulary of the His Highness Sheikh Maktoum bin Rashid Al Maktoum. ഇതാണ് നമ്മൾ കയറാൻ പോണ ലിഫ്റ്റ്. ഇതിനകത്ത് ലിമിറ്റഡ് ആൾക്കാരെ കയറ്റുള്ളൂ. അവർ നോക്കിയിട്ടാണ് കയറ്റുള്ളൂ. കോഴിക്കോട് വിളിക്കണുള്ളൂ. തിരിച്ചു വന്നിട്ടാണ് നമുക്ക് പോകാനായിട്ട്. നമ്മൾ ലിഫ്റ്റിനകത്ത് കയറി. പൊക്കത്തിലേക്ക് നമ്മൾ പോകുന്ന ഫ്രെയിമിന് മുകളിലോട്ട് ഹൈറ്റിലേക്കാണ് നമ്മൾ കയറിയേക്കുന്നത്. ഇപ്പം നമ്മളെത്തി. ശരിയൊക്കെ അടച്ചു. ഇതാണ് ദുബായ് ഫ്രെയിമിൻ്റെ മുകൾ ഭാഗം. നമുക്ക് താഴത്തേക്കടെ ഗ്ലാസ്സാണ്. ഇവിടെ നോക്കി താഴത്തേക്കടെ ആൾക്കാർ വരുന്നത് കാണാൻ പറ്റും. ക്യൂ ആയിട്ട് ആൾക്കാർ വന്നുണ്ടോ? ക്യൂ ആയിട്ട് ആൾക്കാർ വന്നുണ്ടോ? നടന്നു, പേടിക്കാണ്ട് നടന്നു. ഇത് താഴെ ആൾക്കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്ന ഫ്രെയിമിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഭയങ്കര വെള്ളമാണ്. ഇത് നമുക്ക് സൂം ചെയ്ത് നമ്മളെ എവിടെയൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കയറിയാൽ ബുർജ് ഖലീഫയിലേക്ക് 1829 മീറ്റേഴ്സാണ് ഉള്ളത്. ബുർജ് ഖലീഫ ടോട്ടൽ 153 ഫ്ലോർസ് ഉണ്ട്. നൈറ്റിൽ ദുബായ് ഇങ്ങനെ ഇരിക്കും.
ഫ്രെയിമിൻ്റെ അകത്തേക്കാണ് നടക്കാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ താഴത്തേക്ക് നോക്കിയാൽ നമുക്ക് ശരിക്കും പേടിയാവും. നല്ല ഭംഗിയുണ്ട്. എൽദോയും ഹന്നയും ഹീമയും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമില്ല, നല്ല റഷാണ്. ആൾക്കാരൊക്കെ ഭയങ്കര ഉറുമ്പ് പോലെ കണ്ട പോയാൽ കണ്ട അത് ക്യൂ ആണ്, അത്രയും വലിയ ക്യൂ. അപ്പം നേരത്തെ വന്നാൽ അത്രയും നല്ലതാണ്. മൊത്തം ഇതിനകത്ത് ലിമിറ്റഡ് ആൾക്കാരെ മാത്രമേ കയറ്റുള്ളൂ. അപ്പം നേരത്തെ വരുന്ന അത്രയും നല്ലതാണ്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എത്ര നേരത്തെ വരുന്നോ അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ നടക്കാതിരിക്കുമ്പോൾ ഈ സാധനം ഐഡിയലായി പോവും. നല്ല അടിപൊളി പൂന്തോട്ടമൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴെ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നന്നായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ദുബായിയുടെ ഫുൾ വ്യൂ കാണാം. ബുർജ് ഖലീഫ പോലെ നല്ല അടിപൊളി കെട്ടിടങ്ങളൊക്കെ കാണാം. സുവനീർ ഇടുവാണ്. 10 ദിർഹം ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കോഴി നമുക്ക് കിട്ടും. അപ്പനും മക്കളോട് കൂടി കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഇറക്കുക, നന്നായിട്ട് ഇറക്കുക, സ്പീഡായിട്ട് ഇറക്കുക, സ്പീഡായിട്ട് ഇറക്കുക. നമ്മുടെ കോയിൻ വന്നേ ദുബായ് ഫ്രെയിമിൻ്റെ ഒരു കോയിൻ നമുക്ക് നമ്മൾ കറക്കിയത് വളച്ചതാണിത്. ഇതിനകത്ത് കിടക്കുന്ന കോയിൻ ശരിക്കും കോയിൻ്റെ ഷേപ്പിൽ തന്നെയാണ്. അത് നമ്മൾ കറക്കി മിഷീനിട്ട് കറക്കിയത് ഇങ്ങനെ കിട്ടും. നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ ഇത് വലിയ ക്യൂ ആണ് കേട്ടോ. തിരിച്ചു പോകണമെങ്കിൽ അതിനെക്കാട്ടിലും വലിയ ക്യൂ ആണ്. ഇവിടെ ഒത്തിരി ഒന്നുമില്ല, 1 ടൈം വാച്ചബിൾ ആണ്, അത്രേ ഉള്ളൂ. ഈ സൈഡ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ ഇതിനകത്ത് നമ്മൾ എന്ത് കൈ കൊണ്ട് എഴുതുന്നോ അത് അവിടെ വരും. ഞാൻ ഇവിടെ ഇങ്ങനെ വട്ടം വരയ്ക്കുമ്പോൾ ആ വട്ടൻ്റെ മുകളിൽ വരും. ഞാനിവിടെ ജേന്ന് എഴുതിയപ്പോൾ ആ ജെ അവിടെ വരും. അങ്ങനെയാണ്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നോ അതവിടെ വരും. ശരി, അങ്ങനെയാണത്. നമ്മളിപ്പോൾ ക്യൂവിൽ നിൽക്കാൻ പോവാണ്. Hai scritto? Anche io ragazzi, ma non ho visto il messaggio. Se ho controllato il magistrato. അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് കടന്നു. ഇതാണ് ദുബായിലെ ഫ്യൂച്ചർ. പിടിച്ചിട്ട് കഴിയില്ല. ദുബായിലെ ഫ്യൂച്ചർ ഇങ്ങനെയായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. സ്മാർട്ട് ട്രാൻസ്പോർട്ടൊക്കെ ആയിട്ട് മൊത്തം ഇലക്ട്രിക്കൽ. ഇതാണ് ഫ്യൂച്ചറിൻ്റെ അകത്ത്, ഫ്യൂച്ചർ മാളിൻ്റെ അകത്തുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതാണ് ഫ്യൂച്ചർ റോബോട്ടിക്സ് ഒക്കെ കണ്ടോ. മെഡിക്കൽ ഫീൽഡ്. നമ്മൾ ദുബായ് ഫ്രെയിമിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. എങ്ങനെയായിരുന്നു ഹിമ? ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയായിരുന്നു. നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഗാർഡനൊക്കെ ആയിട്ട് അടിപൊളി. അപ്പോൾ അങ്ങനെ നമ്മൾ ദുബായ് ഫ്രെയിമിനോട് ബൈ ബൈ പറഞ്ഞ് പോവാണ്. ഇതാണ് ലിമോസിൻ. ഒറ്റ ഗ്ലാസ് അതങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നു. നല്ല ക്യൂ ആണ് ഇപ്പോഴും. നമ്മളേതായാലും വന്ന സമയം വലിയ കുഴപ്പമില്ലാത്ത സമയമാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂ ആണ്. നമ്മൾ അതിനകത്ത് കയറിയപ്പോൾ മുതൽ കാണാനാണ് ക്യൂ. അപ്പോൾ എപ്പോഴാണേലും ഇതിനകത്ത് വരണവർ രാവിലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നമുക്കിനി കാറിൻ്റെ ഫീസ് പേ ചെയ്യണം. 10 ദിർഹമാണ്.
ഒരു ഡേ മൊത്തത്തിൽ 10 ദിർഹമാണ്. അപ്പം അത് പോയി പേ ചെയ്തിട്ട് വേണം വരാനായിട്ട്.